ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. വാ കാണിച്ചു തരാം. പ്ലീസ് നോക്കൂ, കണ്ടോ? ഞാൻ ജസ്റ്റ് നെയിം ചെയ്യാം. സായിനെ പറ്റൊരു വൺ വേർഡ്. നിന്റെ എന്റെ 16 അടിയന്തരം കണ്ടിട്ടേ നീ പോകുള്ളൂല്ലേ? സായിനെ പറ്റൊരു വൺ വേർഡ്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഞാൻ മാത്രല്ല, ശംഖുമാമൻ അറിഞ്ഞു, പിന്നെ പലരും അറിഞ്ഞു വരുന്നു, അറിയാത്തവരൊക്കെ അറിയിച്ചോണ്ടിരിക്കുന്നു. 2 പേഴ്സണാലിറ്റി ഉള്ള ആളാണ്, ഡുവൽ പേഴ്സണാലിറ്റി അങ്ങനെ പറയാം. മുതലെടുക്കണേണ സജി, കൊതിയുണ്ടാടാ. ഓക്കെ, ഡുവൽ പേഴ്സണാലിറ്റി, പുറത്തൊരാള് അകത്തൊരാള്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. പുറത്ത് സീക്രട്ട് ഏജന്റ്, അകത്ത് സായി കൃഷ്ണ, ഉണ്ണിക്കുട്ടൻ. അയ്യോ, നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. അപ്പൊ നീ ഇവിടെ ഭരിക്കാൻ തന്നെ തീരുമാനിച്ചു. മറിച്ചിടരുത്, കാലാവധി പൂർത്തിയാക്കും വരെ. പൂർത്തിയാക്കില്ലടാ ഈ ശത്രുത പറയുന്നത്. നിന്നെ ഇവിടെ വാഴാൻ ഞാൻ അനുവദിക്കില്ല. എനിക്ക് ഇപ്പൊ ഉണ്ണിക്കുട്ടനല്ലേ, ലാലട്ടൻ പിടിച്ച് ഉണ്ണിക്കുട്ടൻ. എന്താണത്? മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? ഉറങ്ങുന്നോ? ബാക്കിയുള്ളവർ ഉറക്കം കളഞ്ഞിട്ട് നീ കിടന്നുറങ്ങുന്നോ? ഇതെന്ത് പാട്? ഞാനാണ് നിന്റെ ഉറക്കം കളഞ്ഞത്. നീയല്ലേ എല്ലാം പറഞ്ഞത്? വെറുതെ നടന്നിരുന്ന എന്റെ മനസ്സിൽ തീ കോരിയിട്ടിട്ട് അവന്റെ ഒടുക്കത്തെ കൂർക്കമ്മതി. വെളിയിറങ്ങി എങ്ങനെ ജീവിക്കുവൻ? ഉണ്ണിക്കണ്ണനാണ്. അയ്യോ, കണ്ണൻ. പുള്ളി ഹാപ്പിയായി. എനിക്കറിയില്ല അവൻ എന്താ ഉദ്ദേശിച്ച് അതിനകത്ത് വന്നതെന്ന്. പറ്റിപ്പോയടാ. വേണ്ട നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. പക്ഷെ അല്ലെങ്കിൽ പണിയാണോ? അവൻ വെളി വന്ന് എന്ത് ചെയ്യും? ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും പോയി. അവന്റെ വരുമാനമൊക്കെ ഇരിക്കുന്ന യൂട്യൂബിലാണ്. ഇനി അവന് ആറാന്നൊക്കെ ചോദിച്ചാ കണ്ണ ഉണ്ണിക്കുട്ടാന്നൊക്കെ വിളിച്ച്. സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിക്കേണ്ടത് നീയാ. എന്റെ ജാതകത്തിലുണ്ട് ഞാൻ ഒരു കൊലപാതകയാവും. എന്റെ ജാതകത്തിലുണ്ടോ ഞാൻ ഒരു കൊലപാതകയെ കൊല്ലുന്നു? എനിക്ക് ശരിക്കും പറഞ്ഞ സീക്രട്ട് ഏജന്റിൽ നിന്ന് കണ്ണനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആണോ? എന്നോട് കളിച്ചാലോട്ടല്ലോ നിന്റെ ഈ കറുക്കലം പുറത്തെ മോന്ത് ഞാൻ ഇടിച്ചൊടച്ചു കളയും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.